Indigo 370 വിമാനം കൊച്ചിയിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പുറപ്പെട്ട പ്രശസ്ത ഡിറ്റക്റ്റീവ് CID മൂസ സഞ്ചരിച്ച പ്രൈവറ്റ് ജെറ്റുമായി കൂട്ടിയിടിച്ചു. ആദരാഞ്ജലികൾ CID മൂസ. CID മൂസ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എനിക്ക് തിരിച്ചു പോകണം. എനിക്കെന്റെ റീമിനെ കാണണം. തിരിച്ചു പോകാൻ ഇവിടെ സ്കൂൾ ടൂറിന് വന്നതല്ല, ചത്ത് പണ്ടാരടങ്ങി വന്നത്. നിനക്ക് തിരിച്ചു പോകാൻ അനുവാദമില്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. അതെ, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ആകുമ്പോൾ കോമ്പറ്റീഷൻ ഇല്ല. എന്തൊക്കെ ആയാലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഇവിടെ നിൽക്കാൻ കാരണമില്ലെങ്കിൽ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ എവിടെയോ അതവളെ സിംഗിളാണ്. ആരും മനസ്സിലായി. അവൾക്ക് കണ്ണുകൊണ്ടല്ലറിയാം. കണ്ണുകൊണ്ടല്ലറിയാളെ. അതാണ് ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടത്തോണ്ട് ചോദിക്കാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ട് പിടിക്കുന്നത് സിംഗിളാണെന്ന്. ഇത് വല്ലാത്ത തൊന്തരവായില്ല. കണ്ണുകൊണ്ടല്ലറിയാളെ. പണ്ട് മുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇല്ല, സച്ചിനില്ലാത്ത ഈ ലോകത്ത് ഇനി എനിക്ക് ജീവിക്കാൻ. പ്രേതം വന്നു കഴിയുമ്പോ സ്മോക്ക് ഒഴിക്കണം, കാറ്റ് ഒഴിക്കണം, കുറേശ്ശെ മതി. പക്ഷെ ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണും. സച്ചിൻ അന്വേഷിച്ചു വന്നതാ. നീ ഈ സാറിനെ അന്വേഷിച്ചു വന്നു. നിന്നന്വേഷിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ സച്ചിനെ കാണണം. ആ സച്ചിൻ തന്നെ വേണോ അതോ ഞാൻ മതിയോ? പേരെന്താ? റീനു. റീനൊന്നും വിചാരിച്ചാൽ ഈ പതളം നമുക്കൊരു മണിയറാക്കാം. സച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊന്ന് സഹായിക്കാം. തന്റെ സഹായം ആർക്കാ വേണ്ടേ? ഞാനിത് എവിടെയാ? താൻ ആരാ? എല്ലാ പെൺപിള്ളാരോടും താൻ ഈ സെയിം ഡയലോഗ് എന്നല്ലേ അടിക്കാറ്. ചേഞ്ച് ഉണ്ടോ? ഈ പാതകത്തിലേക്ക് ആര് കയറി വന്നാലും എന്റെ മലയിലേക്ക് സ്വാഗതം എന്ന ഓട് കഴിവ് തന്നെയല്ലേ. സ്വാഗതം. എനിക്ക് നിന്നെ കാണുമ്പോ എന്റെ ആതിര മോളെ പോലെ തോന്നുന്നു. ഏത് ആ 8 ജിംബോഡിയുള്ള മോളെ? എന്റെ മോളെ കളിയാക്കുന്നോടാ. എന്നെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. എനിക്ക് എന്റെ സച്ചിനെ കാണണം. എനിക്ക് എന്റെ ഗ്രില്ല് ചെയ്ത് വെച്ച അൽഫാം തിരിച്ചെടുക്കാൻ സമയമായി. ഹായ്, ഞാൻ റീനു. ഇവിടുത്തെ പുതിയ അഡ്മിഷനാ. ജീവിച്ചിരുന്ന സമയത്ത് ചീഫ് മിനിസ്റ്ററിനെ കൊല്ലാൻ ഹോസ്പിറ്റലിൽ വെച്ചിരുന്ന ബോംബ് അതിസാഹസികമായി മടത്ത് കണ്ടുപിടിച്ചവനാണ് ഈ മൂസ.
Now CID Musa Private Detective Agency can help you. പറയൂ. എന്റെ ബോയ് ഫ്രണ്ട് സച്ചിൻ ഞങ്ങൾ റിലേഷൻഷിപ്പിലായ ഉടനെ തന്നെ മരിച്ചുപോയി. അവനെ കാണാൻ വേണ്ടി സൂസൈഡ് ചെയ്ത് വന്നതാണ്. ഓ സച്ചിൻ, ഞാൻ സച്ചിന്റെ വലിയ ഫാനാണ്. സച്ചിന്റെ വേൾഡ് കപ്പ് ഞാൻ 3 തവണ നേരിൽ കണ്ടിട്ടുണ്ട്. അയ്യോ, ആ സച്ചിൻ അല്ല, ഇതെന്റെ ബോയ് ഫ്രണ്ട് സച്ചിൻ. നിങ്ങൾ ഈ പറയുന്ന ആളുടെ ജീവിച്ചിരുന്നപ്പോഴുള്ള ഫോട്ടോ വല്ലതും? ഓഹോ, ഇവനിപ്പോ എവിടെ കാണുമെന്ന് എനിക്കറിയാം. ഫോളോ മീ. അല്ല, നമ്മളെന്താ ഇവിടെ? ഇപ്പോ സമയം 11:20. അവനിപ്പോൾ ഈ പാലത്തിന്റെ അടുത്തുള്ള കുളിക്കടവിലാണ് ഉണ്ടാവുക. ഒന്ന് മാറി നിൽക്കണം അങ്ങോട്ട്. ഇവന്റെ കോഴിത്തരം ചത്തിട്ടും മാറിയിട്ടില്ല. നീ എന്താ ഇവിടെ? നീ എപ്പോ ചത്തു? എല്ലാം ശരവണേ നീയല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. ബാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറ്റിയോ? ഓക്കേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? എന്റെ മോളോട് ഇത് ചെയ്തവനെ ഞാൻ പൊക്കും. പാതാളത്തിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കേസ് കിട്ടുന്നേ. എന്റെ സംശയം ഇവനെയാ. എന്നാൽ എനിക്ക് സംശയം ഇവനെയാണ്. എന്നാൽ എനിക്ക് സംശയം ഇവിടെ ഉള്ളവന്മാരെയാ. ഇറങ്ങ എന്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ നിന്റെ വീഡിയോ ഭൂമിയിൽ മാത്രമേ ലീക്ക് ആയിട്ടുള്ളൂ. വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ അത് 7 ലോകങ്ങളിലെത്തും. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്ക് ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയാം. എടാ വരുണേ, നീ ചത്തിട്ടും നിന്റെ കഴപ്പ് മാറിയില്ലേ? കാണിക്കുന്നവന്മാർ ഒന്നും ഇനി ഈ പാതാളത്തിൽ വേണ്ട. ഇമാതിരി കഴപ്പ് കാണിക്കുന്നവന്മാർ ഒന്നും ഇനി ഈ പാതാളത്തിൽ വേണ്ട. ഇവരെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കാൻ